അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ അത് ക്ലൈമാക്സിലേക്ക് നീങ്ങുന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ അധിനിവേശ കാശ്മീരിലെ സംഭവവികാസങ്ങൾ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ദേശീയ പതാക അവിടെ ഉയർത്തപ്പെടുകയുണ്ടായി. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ത്യയുമായി ചേരണമെന്ന ആവശ്യം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ആ തെരുവോരങ്ങളിൽ നിറയുകയുണ്ടായി. കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടെ. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി ചേരണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഇതിന് പിന്തുണയുമായി ഇപ്പോഴിതാ കാശ്മീരിലെ സമൂഹവും രംഗത്തെത്തിയിരിക്കുന്നു. കാശ്മീരി മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധി ജാവേദ് ബേഗ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പഹാരി ഭാഷയിലാണ്. പഹാരി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധിനിവേശ കാശ്മീരിലെ ജനങ്ങളും ഈ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. കാശ്മീരിലെ വലിയൊരു വിഭാഗവും ഈ ഭാഷയാണ് സംസാരിക്കുന്നത്. ഗോത്രവർഗ്ഗക്കാരുടെ അടക്കം ഒരു ഭാഷ തന്നെയാണ് ഈ പഹാരി. ആ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ദില്ലിയിലെ മുസ്ലിം ഭരണ വരേണ്യവർഗം ഞങ്ങളുടെ ആളുകളെ, അതായത് ഈ അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ ഭാഗം തന്നെയാണ്, അത് കാശ്മീരികൾ തന്നെയാണ്, ഞങ്ങളുടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയാണ്, അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. തങ്ങളുടെ എല്ലാ പിന്തുണയും അധിനിവേശ കാശ്മീരിൽ പോരാടുന്ന കാശ്മീരികൾക്കൊപ്പമാണ്, അവർ ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലെ മുസ്ലിം സമുദായവും മറ്റു വിഭാഗങ്ങളും രംഗത്തെത്തുമ്പോൾ രാജ്യം ഒന്നടങ്കം അവർക്ക് പിന്തുണയർപ്പിച്ചു നിൽക്കുന്നു. അതായത് ഒരു വലിയ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവിടുത്തെ ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലേക്ക് ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ കാശ്മീരിലെ ജനം, കാരണം കാശ്മീരിൻ്റെ തന്നെ ഭാഗമാണ്, അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. കാശ്മീരിലെ ജനം തന്നെയാണ് അധിനിവേശ കാശ്മീരിൽ. ഏതായാലും കാശ്മീരിലെ ജനവും അവർക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തുന്നതോടുകൂടി ഇത് ക്ലൈമാക്സിലേക്ക് നീങ്ങുക തന്നെയാണ്. അധികം വൈകാതെ അത് ഇന്ത്യയുടെ ഭാഗമായി മാറുമെന്ന് പ്രതീക്ഷിക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.